ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു പുതിയ എപ്പിസോഡായിട്ടാണ് എത്തിയിട്ടുള്ളത്. എൻ്റെ സൺഡേയുള്ള കുറച്ച് കുക്കിങ്ങൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുഞ്ഞു വ്ലോഗാട്ടോ ഇത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു തിരക്കിലായിരുന്നു. ഇത് രാവിലത്തെ ഫുഡൊന്നും ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇത് മുമ്പേ ചെയ്ത വീഡിയോ ആണ്. നല്ല അടിപൊളി ഉരുളക്കിഴങ്ങിൻ്റെ ബാജിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ബാജിക്കറിയും പുട്ടും ആട്ടോ ഉണ്ടാക്കിയത്. നല്ലൊരു കോമ്പിനേഷനാണ് രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എപ്പോൾ ഫുഡ് എടുത്തിട്ട് കഴിക്കാനിരുന്നാലും എൻ്റെ 3 മക്കളിൽ ആരെങ്കിലും ഒരാൾ അപ്പം വരും കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് രാവിലത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നുണ്ട്, അമ്മ പുട്ടാണോ കഴിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഓടി വരുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. ദേ വന്നിട്ടുണ്ട് ആൾ. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ വാരിക്കൊടുക്കാൻ നല്ല രസമല്ലേ? അവരങ്ങനെ കഴിക്കുന്നത് കാണാനും നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തിയാണ്. അവർക്ക് ചിലപ്പോൾ വിശക്കുന്നുണ്ടാവില്ല, പക്ഷെ അമ്മ കഴിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഓടി വരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചുമ്മാ ഞാൻ പറയും എന്നെ കഴിക്കാൻ വിടില്ല എന്നൊക്കെ പറയുകയാണെങ്കിലും അവരങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് അവരൊക്കെ രാവിലെ തന്നെ കഴിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ സൺഡേത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്താണെന്ന് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. അത് ബിരിയാണി അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഉണ്ടാവാറില്ല. മിക്കവാറും ഇവിടെ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാറ്. ഏട്ടന് ഒന്നുകിൽ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ മട്ടൻ ബിരിയാണി. സൺഡേ ആകുമ്പോൾ ബിരിയാണി ഡേ എന്നുള്ളത് പോലെയാണ്. അപ്പോൾ എനിക്കും നേരത്തെ തന്നെ ഇനിയിപ്പോൾ സൺഡേ എന്താക്കണം എന്ന് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. ഒന്നുകിൽ ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ഒക്കെ ബിരിയാണി വെക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഉള്ളിയൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണിയുടെ പണിയൊക്കെ കഴിയും. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലഗോണിൻ്റെ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. ലഗോൺ ചിക്കന് ചിലവർക്കൊക്കെ അത് അത്ര പരിചയം പോരാ, എന്നാലും ലഗോൺ കോഴിയുടെ ഇറച്ചി വെച്ചിട്ടാണ്. അപ്പോൾ സാധാരണ ചിക്കനേക്കാൾ കുറച്ചുകൂടെ വേവുണ്ട്. നമ്മൾ നാടൻ കോഴിയൊക്കെ വേവിക്കുന്ന പോലെ അല്പം വേവുണ്ട് കേട്ടോ ഇതിന്. പക്ഷേ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ബ്രോയിലർ ചിക്കൻ വെക്കുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും പിന്നെ തക്കാളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കല്ലുപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മാക്സിമം ഉപ്പിൻ്റെ ഉപയോഗത്തിൽ കല്ലുപ്പ് ഉപയോഗിക്കണം കേട്ടോ. പൊടിയുപ്പിനേക്കാൾ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്താൽ ഉള്ളിയിൽ നിന്നൊക്കെ നീരൊക്കെ വന്നിട്ട് നമുക്ക് അല്പം ഒന്ന് നനവൊക്കെ ഉണ്ടാവും. നമ്മൾ പിന്നെ വേറെ ഒരുപാട് ചിക്കൻ വേവിക്കാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ടാട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് എണ്ണയിലും പശുവിൻ നെയ്യിലും ഒക്കെ വഴറ്റിയെടുത്തിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഒരുപാട് എണ്ണയുടെ അളവൊക്കെ ഉണ്ടാവും. ഈ ബിരിയാണിയിൽ അങ്ങനെ ഈ മസാലയിലൊന്നും ഒട്ടും എണ്ണ നമ്മൾ ചേർക്കുന്നില്ല. ചിക്കനിലുള്ള എണ്ണ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ചിക്കനിലെ കൊഴുപ്പൊക്കെ ഉണ്ടാവില്ലേ, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതിൽ. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കണം കേട്ടോ. പച്ചമുളകൊക്കെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതല്ലേ, ജസ്റ്റ് ഒന്ന് അരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് പുകയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കൈയൊക്കെ ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയെടുത്താൽ ആ ഒരു പുകച്ചിലൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇനി ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ നമ്മൾ. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ മാറ്റി വെച്ചാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ധൃതിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വിസിലടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആവശ്യം ചിക്കനൊക്കെ വേവാനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ വന്നോളൂ. ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ കൈ വെച്ചൊക്കെ തിരുമ്മി കൊടുത്തതല്ലേ, അപ്പോൾ അതിൽ നിന്ന് തന്നെ വേവാൻ ആവശ്യമായ വെള്ളം വന്നോളും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രം നമ്മൾ മസാല മിക്സ് ചെയ്ത ആ പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ മതിയാവും. ഇപ്പം നിങ്ങൾ കണ്ടോ, ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എത്ര വെള്ളം വന്നിട്ടുണ്ടെന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഏകദേശം ഒരു 7-8 വിസിലൊക്കെ വേണം നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പോൾ സാധാരണ നമ്മുടെ ബ്രോയിലർ ചിക്കൻ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ഫ്രൈ ചെയ്യുന്നൊരു മെത്തേഡ് കാണിച്ചുതരാം. ഞാൻ ബ്രോയിലർ ചിക്കൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിപ്പോൾ പച്ചമുളക് നേരത്തെ ചതച്ചത് ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല എരിവുണ്ടാവും. പിന്നെ ഇതിലേക്ക് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ആ ഒരു നനവിനാവശ്യമായ അത്രയും ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ഒത്തിരി അധികം ചേർക്കുന്നത് കൊണ്ട് ഉപ്പിൻ്റെ അളവ് ഇച്ചിരി കൂട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും.
പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൈ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ ഫ്രൈ ചെയ്യുന്ന ടൈമിലാട്ടോ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് സാധാരണ ചെയ്തെടുക്കുന്ന ചിക്കൻ ഫ്രൈ ആട്ടോ. ഇനി ഈ ചിക്കൻ ഫ്രൈ ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അല്പം ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് അധികം ഒന്നും ചേർക്കണ്ട കേട്ടോ, ഒരു സ്വല്പം ചേർത്ത് കൊടുത്താൽ മതിയാകും. ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരല്പം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എരിവ് ആവശ്യമുണ്ടെങ്കിൽ അല്പം പെപ്പർ പൗഡർ കൂടെ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ചതച്ചത് ചേർത്തത് കൊണ്ടാണ് പിന്നെ പെപ്പർ പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം 1 മണിക്കൂറൊക്കെ ഇങ്ങനെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ കൈയോടെ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ മസാല പുരട്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. സാധാരണ ചിക്കൻ ഫ്രൈ ഒക്കെ വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്താലാണ് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ പീസസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 വശവും നല്ല രീതിയിൽ മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ചിക്കന് കുക്കായി കിട്ടുന്നതിന് മുമ്പ് അതിൻ്റെ മസാലയൊക്കെ എണ്ണയിൽ ഇറങ്ങിയിട്ട് ടേസ്റ്റൊക്കെ കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ വിസിലൊക്കെ അടിച്ച് വേവിച്ച് വെച്ച മസാല നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കുക്കറൊക്കെ തുറന്നിട്ട് നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മസാലയിലുള്ള വെള്ളമൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. സാധാരണ ചിക്കനെ അപേക്ഷിച്ച് ലഗോൺ ചിക്കൻ കുറച്ചുകൂടെ ഹാർഡായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും കിട്ടുകയുള്ളൂ. അപ്പം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അല്പം ഒന്ന് വെള്ളമൊക്കെ വറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സാജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇതിപ്പോൾ ഞാൻ 2 കോഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ 2 ലഗോൺ കോഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇത് നമുക്ക് ഏകദേശം ഒരു 5-6 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ മസാലയ്ക്ക് റൈസൊക്കെ ഉണ്ടാക്കിയാൽ ഞാനിപ്പോൾ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ സാജീരകവും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് റോ സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, പട്ട, അതുപോലെ വഴനയില, അങ്ങനെയുള്ള റോ സ്പൈസസ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ സഹായിക്കും നമ്മുടെ മസാലയ്ക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് അല്പം മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കാനില്ല. നമ്മുടെ അടിപൊളി മസാല റെഡിയായി വന്നിട്ടുണ്ട്. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ മല്ലിയിലയുടെ അത്രയും പുതിനയില ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. മല്ലിയില കൂടുതലും പുതിനയില അതിൻ്റെ നേരെ പകുതിയും ചേർത്ത് കൊടുത്താൽ മതിയാവും. മല്ലിയില നല്ലോണം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാല. അപ്പോൾ അതൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ആ ഒരു ടൈറ്റ്നെസ്, അതായത് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഈ മസാല വറ്റിച്ചെടുക്കാം കേട്ടോ. ചിലവർക്ക് അല്പം ഗ്രേവിയുള്ള പരുവത്തിൽ ആവശ്യം ഉണ്ടാവും, ചിലവർക്ക് ഗ്രേവി കുറവ് മതിയാവും. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ചിക്കൻ വേവിക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുത്ത ഉപ്പാണ്. പിന്നെ നമ്മൾ വേറെ ഉപ്പൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഉപ്പ് ഞാൻ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല അവിടെ നിന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പശുവിനെയും ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. ഇത് 3ഉം ചേർത്താണ് ഞാൻ സാധാരണയായിട്ട് റൈസ് എടുക്കാറ്. നമ്മളിത് 3ഉം അതായത് പശുവിനെയും കൂടുതലും സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും അതിന് തൊട്ട് പിറകെയായിട്ട്, അതായത് ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ പശുവിനെയും എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ റൈസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് നല്ല അടിപൊളി റൈസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എണ്ണയൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് റോ സ്പൈസസ് ആണ്. അത് ഏലക്ക, പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ സ്വല്പം നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സ്പൈസസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെയൊക്കെ കൈമ റൈസിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക, ബിരിയാണി റൈസ് ഉണ്ടാക്കാം. അപ്പോൾ കൈമ റൈസ് ഓരോരോ അരിക്ക് ഡിഫറൻസ് ഉണ്ടാവും. എന്നാലും മോസ്റ്റ്ലി 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സ്വല്പം നമ്മൾ ഉപ്പ് കൂട്ടിയെടുക്കണം കേട്ടോ. അരി വെന്ത് വരുമ്പോൾ നമ്മൾ ചേർത്ത ഉപ്പ്, അതായത് വെള്ളത്തിൽ നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഇച്ചിരി മുന്നിട്ട് നിൽക്കണം ഉപ്പ്. അപ്പോഴാണ് റൈസ് വെന്ത് കിട്ടുമ്പോൾ കറക്റ്റ് ഉപ്പായി കിട്ടുക നമുക്ക്. അപ്പോൾ നമ്മളിത് ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളയ്ക്കുന്ന ടൈമിൽ മാത്രം നമ്മൾ അരി അളന്നെടുത്തിട്ട് കഴുകിയെടുക്കുകയാണ് പതിവ്. നേരത്തെ നമ്മൾ അരി കഴുകിയെടുത്തു കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഞാൻ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇതിൽ എല്ലാ ടൈമും ചേർത്ത് കൊടുക്കാറില്ല, എന്നാൽ അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്ക് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഇതാ റൈസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ റൈസ് നന്നായിട്ട് ഈ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ റൈസ് കഴുകാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വെക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ റൈസൊക്കെ നല്ല പൂ പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ റൈസ് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. ഇനി എന്താ, നമ്മുടെ മസാലയൊക്കെ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഈ മുഴുവൻ മസാലയ്ക്കും റൈസ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് അല്പം മസാല മാറ്റി വയ്ക്കും. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം, ഒരു 1 വീക്കിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഈ മസാലയ്ക്ക് ഫ്രഷ് റൈസ് ഉണ്ടാക്കിയിട്ട് ഈ മസാല ഒന്ന് ചൂടാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് ആ മസാല ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിന് മുകളിലേക്ക് നല്ല ചൂടുള്ള റൈസ് ചേർത്ത് കൊടുത്ത് ഒന്ന് ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഫ്രഷ് ബിരിയാണി അപ്പോഴും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മസാലയ്ക്ക് മാത്രമേ ഞാനിപ്പോൾ റൈസ് മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാ റൈസ് നമ്മളിതിന് മുകളിലേക്ക് ഇങ്ങനെ കുടഞ്ഞ് ചേർത്ത് കൊടുക്കാം. കട്ടയൊക്കെ പോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും ഒരുപോലെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിന് മുകളിലേക്ക് താല്പര്യമുള്ളവർക്ക് ഉള്ളിയൊക്കെ വറുത്ത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് ചേർത്ത് കൊടുക്കും. ഇവിടെ ആർക്കും അതൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി അല്പം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് അധികം നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ലെയറൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അല്പം പശുവിൻ നെയ്യ് ഇതുപോലെ മുകളിലേക്ക് തൂവി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ റൈസിനൊക്കെ നല്ലൊരു ഓയിലി ടെക്സ്ചർ ഉണ്ടാവും കഴിക്കുന്ന ടൈമിൽ കേട്ടോ. റൈസ് വേവിച്ച് ഇതുപോലെ ദം ചെയ്തെടുത്തിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നെടുക്കുന്ന കേട്ടോ നല്ലത്. അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ റൈസിലൊക്കെ മിക്സ് ആവുക. ഇനി നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ അപ്പം തന്നെ തുറന്നെടുക്കാം കേട്ടോ. ഇനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നത് വരെ ഒന്നും വെച്ചിട്ട് ആരും കാത്തിരിക്കേണ്ട. അപ്പം നമ്മുടെ സൺഡേ ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ബിരിയാണി കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.